സോ യെസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തുടങ്ങുന്ന മുമ്പേ തന്നെ പറയട്ടെ, പല ഓൺലൈൻ മീഡിയാസിലും പല ഓൺലൈൻ ചാനൽസിലും കാണുന്നുണ്ട് ഒനിയിൽ ഔട്ടായിട്ടുണ്ടെന്ന്. ശരിക്കും പറഞ്ഞാൽ എനിക്കറിയില്ല, ഞാൻ പിന്നെയും പറയുന്നു, പല മീഡിയാസിലും പല ഈ അപ്ഡേറ്റ് പേജസിലും വന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഒനിയിൽ ഔട്ടായിട്ടുണ്ടെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല, ഒനിയിൽ ഔട്ടായിട്ടുണ്ടോ ഇല്ലെന്ന്. കാരണം ഞാനൊരു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആര്യൻ ഔട്ടായെന്ന് എല്ലാ മീഡിയാസും ഉൾപ്പെടെ ഒരേ സ്വരത്തിൽ പറഞ്ഞതാണ്. പക്ഷേ ആര്യൻ ഔട്ടായിട്ടില്ലായിരുന്നു. പക്ഷേ ഒട്ടുമിക്ക ചാനലിലും വരുന്ന അപ്ഡേറ്റ്സ് എല്ലാം കറക്റ്റായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഈ ആര്യൻ്റെ കേസ് വന്ന ശേഷം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ ഭയങ്കര ഒരു മടിയുണ്ട്. കാരണം പൊട്ടത്തരായി പോവും എങ്ങാനും ഔട്ട് ആയില്ലെങ്കിൽ. എന്തോ ഭാഗ്യത്തിന് അന്ന് ആര്യൻ ഔട്ടായ ദിവസം എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. അതെന്തോ ഭാഗ്യമെന്ന് വേണം പറയാൻ. കാരണം വീഡിയോ ചെയ്തിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ആര്യൻ ഔട്ടായി. ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, ആര്യൻ എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്തൊരു മത്സരാർത്ഥിയാണെന്ന്. അപ്പോൾ ആര്യൻ ഔട്ടാകുമ്പോൾ അതിൻ്റേതായ സന്തോഷം കാണും എന്തായാലും. സോ അത് എന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ എനിക്ക് ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒനിയിൽ എങ്ങനെ ഔട്ടായെന്നാണ്. അതിൽ ഡിസേർവിങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻ്റ് എന്ന് പറയുന്നത്, അതിൽ വൺ ഓഫ് ദ പേഴ്സൺ എന്ന് പറയുന്നത് ഒനിയിലാണ്. എന്നിട്ടും സാബുമാനെ പോലുള്ളവർക്ക് എങ്ങനെയാണ് അതിൻ്റെ അകത്ത് പിടിച്ചു നിൽക്കുന്നതെന്ന് എനിക്ക് ഇപ്പോഴും പിടി കിട്ടുന്നില്ല. എങ്ങനെയാണ് ഈ സാബുമാൻ ഇത്ര സപ്പോർട്ട് കിട്ടുന്നതെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല. കാരണം നിങ്ങൾ കാണുന്നതാണ് അതിൻ്റെ അകത്ത്. അങ്ങനെ ഒനിയിലെ സാബുമാനെ വെച്ച് നോക്കുകയാണെങ്കിൽ സാബുമാൻ തന്നെയാണ് ഔട്ടാവേണ്ടത്. ഒരു ഡൗട്ടും ഇല്ല. കാരണം ഒനിയിലിൻ്റെ അത്ര ഒരു കാര്യത്തിൽ ഇടപെടുന്നില്ല. ഗെയിമായാലും സാബുമാൻ അങ്ങനെ ആക്റ്റീവ് അല്ല. അത് പലരും ചോദിക്കുന്ന കാര്യമാണ്. പലപ്പോഴും പല കണ്ടന്റ്സ് വരുമ്പോഴും ഇത്രയും ക്യാമറ ഉണ്ടായിട്ടും സാബുമാൻ അതിൽ പെടാറ് പോലുമില്ല. പല ദിവസങ്ങളിലും പല കണ്ടന്റ് അതായത് അത്ര പീക്കിൽ നിൽക്കുന്ന കണ്ടന്റ് സംസാരിക്കുമ്പോൾ പോലും സാബുമാൻ അവിടെ കാണാറ് കൂടിയില്ല. എന്നിട്ട് എങ്ങനെ പുള്ളിക്കാരൻ അതിനകത്ത് പിടിച്ച് നിൽക്കുന്നതെന്ന് ഒരു പിടിയുമില്ല ശരിക്കും പറഞ്ഞാൽ. നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഇങ്ങനെ ആലോചിക്കാറുണ്ട്, സാബുമാൻ എന്തുകൊണ്ട് ഔട്ടാവുന്നില്ല. ഇതിപ്പോൾ ഔട്ടായി പോകണം എന്നല്ല ഞാൻ പറയുന്നത്. ഒനീലിനെ പോലെ ഡിസേർവിംഗ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് പുറത്തോട്ട് പോകുന്നുണ്ട്. അപ്പോഴും സാബുമാൻ ഇതിൻ്റെ അകത്ത് നിൽക്കുന്നു. അത് ഞാൻ ചോദിച്ചതാണ് ശരിക്കും പറഞ്ഞാൽ. എൻ്റെ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി ചോദിച്ചതാണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തായാലും ഈ വീക്ക് ഫുള്ള് ഫാമിലി വീക്കാണ്. ശരിക്കും പറഞ്ഞാൽ ഫാമിലി വീക്കിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അതാണ് കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ പോലും ചെയ്യാത്തത്. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പിന്നെ ഞാൻ ലാസ്റ്റ് ചെയ്തത് ദിയാസനെ അവരൊക്കെ വന്നതുകൊണ്ടാണ്. അവർ വന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു കാര്യമില്ലായിരുന്നു. ആദില നൂറയ്ക്ക് വേണ്ടി അവരെ കൊണ്ടുവരേണ്ട ഒരു കാര്യമില്ല. അവർ മീൻസ് ദിയാസനെ, അത് ഞാൻ പറഞ്ഞതുമാണ്. അപ്പം ഓരോ വീട്ടുകാർ വരുന്നു, അവരെ പറ്റി സംസാരിക്കുന്നു, ഇതൊക്കെ തന്നെയാണ്. പിന്നെ പല സീസണിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ടാസ്ക് കംപ്ലീറ്റ് ചെയ്താൽ അവരുടെ പാരൻസിനെ കാണാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവരെ മീറ്റ് ചെയ്യാൻ വരുന്ന ആൾക്കാരെ കാണാൻ പറ്റുള്ളൂ. അത് ശരിക്കും ഒരു എന്താ പറയുക, വ്യത്യസ്തമായിട്ടുള്ള സംഭവം തന്നെയായിരുന്നു. നാക്ക് കുഴയുന്നു. ഒരു കുറച്ച് മുമ്പ് ഒരു തണുത്ത ജ്യൂസ് കുടിച്ചപ്പോൾ അതുകൊണ്ട് നാക്ക് കുഴഞ്ഞു പോകുന്നു. ഓക്കെ, അപ്പം പറഞ്ഞു വന്നത്, യെസ്, ഫാമിലി വീക്ക്. ശരിക്കും പറഞ്ഞാൽ ഫാമിലി വീക്ക് ഇപ്പോഴേ വെക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. എന്തിനാണ് വെച്ചതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പറഞ്ഞതാണ്, അതായത് ഫാമിലി വീക്കൊക്കെ ഈ വീക്കിലല്ല വരുന്നത്. എനിക്ക് തോന്നുന്നു 9th വീക്ക് എന്തോ ആണെന്ന് തോന്നുന്നു. 9th 10th വീക്ക് എന്തോ ആണ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോഴും മതിയായിരുന്നു, അതിൻ്റെ ആവശ്യമേ ഉള്ളായിരുന്നു. ഇപ്പോഴേ കൊണ്ടുവന്ന് എന്തിനാണെന്നൊരു പിടി കിട്ടുന്നില്ല. പലരും അത് തന്നെയാണ് ചോദിക്കുന്നത്, ആ സമയത്ത് വരേണ്ട ഒരു ഫാമിലി വീക്ക് ഇപ്പോഴെന്തിനാണ് കൊണ്ടുവന്നതെന്നൊക്കെ. എന്തായാലും ഇന്നലെ ഒനിയലിൻ്റെ ഫാമിലി വന്നിരുന്നു. ബട്ട് ഔട്ടായിട്ടുണ്ടോ ഇല്ലെന്ന് ഇപ്പോഴും അറിയില്ല. അതിൽ എന്താ, ഒനിയലിൻ്റെ അമ്മ പറയുന്നുണ്ട്, ഇതിൻ്റെ അകത്ത് വരണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഒനിയിൽ ഇവിടെ വന്ന ശേഷം ഫാമിലി വീക്ക് വരെ നിൽക്കണമെന്നും എന്നൊക്കെ ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തായാലും ആ ഒരു ആഗ്രഹം കിട്ടിയല്ലോ. എന്തായാലും വളരെ നല്ലത്. അടുത്തത് എന്താ പറയാൻ, ലക്ഷ്മിയുടെ അമ്മ വന്നിട്ട് എന്താ പറയുക, മൊത്തത്തിൽ ഒരു പോസിറ്റീവ് വൈബായിരുന്നു. പക്ഷേ സംസാരിച്ച് തുടങ്ങിയപ്പോൾ എന്താ പറയാനായിട്ടാണ്, അതായത് ആദില നൂറയുടെ കേസ് വന്നപ്പോൾ പിന്നെയും ആ ഒരു വിഷയം കൊണ്ട് തിരിഞ്ഞു. അതായത് അവള് വീട്ടിൽ കയറ്റിയില്ലെങ്കിൽ വരാണ്ടെങ്കിലും ഇരിക്കാം എന്ന്. എനിക്കിത് അവർ സർക്കാസം എന്ന രീതിയിൽ പറഞ്ഞായിരിക്കും. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അത് പിന്നെ അവരെ ഡൗൺ ആക്കത്തേ ഉള്ളൂ. അവരൊരുമാതിരി അധിക്ഷേപിക്കും പോലെയാണ് തോന്നുന്നത്. കാരണം ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ, അതായത് അവരുടെ പ്രൈവറ്റ് സ്പേസിലാണെങ്കിൽ അതൊരു തമാശ രൂപേണ അതങ്ങ് തീരും. പക്ഷേ അതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിലാവുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അത് പല രീതിയിൽ എഫക്റ്റ് ചെയ്യാം. അതായത് ഒനിയിൽ ആരൊക്കെ ഇരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു ഈ സംഭവം. അതായത് ആരായിരുന്നു, അക്ബർ ഒനിയിലും വേറെ ഒരാളും കൂടെ ആണെന്ന്, ഷാനവാസ് ആണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല. ശരിക്കും പറഞ്ഞാൽ എനിക്കും ആ ഫീൽ തന്നെയാണ് തോന്നിയത്. അവരെ പിന്നെ അപമാനിക്കും പോലെയാണ് എനിക്ക് തോന്നിയത്. അതെന്താണ്, എല്ലാവരും അകത്ത് കയറ്റുമ്പോൾ ഇവർ മാത്രം വരാൻ ഇരുത്താമെന്നോ? അത് ശരിക്കും പറഞ്ഞാൽ എന്തൊരു സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് മനസ്സിലാവുന്നില്ല. അവർ സംസാരിക്കുന്നതൊക്കെ കണ്ടിട്ട് അത്യാവശ്യം നല്ല വിദ്യാഭ്യാസം വിവരമുള്ള ഒരു സ്ത്രീ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് എനിക്കൊരു പേഴ്സണൽ ഒപ്പീനിയൻ തോന്നിയിട്ടുണ്ട്. അത് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഒനിയിലും അവരും അതിൻ്റെ അകത്തിരുന്ന് ഈ കാര്യം സംസാരിച്ചത്. അപ്പോൾ അതുകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞു.
പിന്നെ അതുപോലെ തന്നെ പുതിയൊരു ടാസ്ക് വന്നിട്ടുണ്ട്. എന്തുവാ കോഴിയുടെ സംഭവമാണ്, എന്തോ പ്രൊമോ വരുന്നുണ്ട്. അതിൻ്റെ അകത്തും അടിയാവുന്നുണ്ട്. എല്ലാ ടാസ്കിലും അടിയാവും. ഈ ടാസ്കെങ്കിലും മര്യാദയ്ക്ക് അവർ ചെയ്താൽ മതിയായിരുന്നു. അതിലേതോ ഒരു പാരന്റ് വന്നപ്പോൾ പറയുന്നതായിട്ട് നിങ്ങൾ ടാസ്കിൽ കുറച്ചുകൂടെ ശ്രദ്ധിക്കണമെന്ന്. അത് തന്നെയാണ് എല്ലാവർക്കും പറയാനുള്ളത്. ടാസ്കിൽ കുറച്ചുകൂടെ ശ്രദ്ധിക്കുക. അതായത് എന്തുവാ, എന്ത് ടാസ്ക് കൊടുത്താലും കുളമാക്കാൻ വേണ്ടിയാണ് അതിൻ്റെ അകത്ത് പലരും നിൽക്കുന്നത്. പ്രത്യേകിച്ച് അക്ബറിന് അതെല്ലാം ഫിസിക്കൽ ടാസ്കായിട്ട് മാറ്റണം. പല ടാസ്കുകൾ എടുത്ത് നോക്കിയാൽ പലതും അടിയിലാണ് കലാശിക്കുന്നത്. ബാക്കിയുള്ള സീസണിലും അടിയും ബഹളങ്ങളും ഉണ്ട്. പക്ഷെ ഞാൻ പല വീഡിയോസിലും പറഞ്ഞതുപോലെ അവരെല്ലാം ടാസ്ക് കംപ്ലീറ്റ് ചെയ്യും. എന്ത് പ്രശ്നമായിക്കോട്ടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യും. ഇതിൻ്റെ അകത്ത് പലരും ചിന്തിക്കുന്നത് പറഞ്ഞാൽ എനിക്ക് കിട്ടിയില്ലെങ്കിൽ ആർക്കും വേണ്ട, എനിക്ക് 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 എന്നൊരൊറ്റ ചിന്തയാണ്. അത് അങ്ങനെയാണ് ബിഗ് ബോസ് കളിക്കേണ്ടത്. പക്ഷേ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നില്ല. ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഇത് പറയുന്നതെങ്കിൽ പിന്നെ കുഴപ്പമില്ല. ഇത് ടാസ്കും കംപ്ലീറ്റ് ചെയ്തില്ല, നമുക്ക് കിട്ടിയില്ലെങ്കിൽ വേറെ ആർക്കും വേണ്ട. ഈ ഒരു സാധനം തന്നെയാണ് അതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ബിന്നിയുടെ ഭർത്താവ് ഏകദേശം ഒരാഴ്ചയോ 3 ദിവസം 4 ദിവസം എന്താണ്, ഒരാഴ്ച എന്നാണ് എൻ്റെ ഓർമ്മ. ഒരാഴ്ച നിന്നോ, കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ പുള്ളിക്കാരൻ വന്നപ്പം ബിന്നി കുറച്ചുകൂടെ ഒന്ന് ക്യൂട്ട്നെസ് വാരി എറിയാൻ തുടങ്ങിയോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നിയ കാര്യം പറഞ്ഞതാണ്. കൂടുതലായിട്ട് ഭയങ്കരമായിട്ട് ബോൾഡായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് ക്യൂട്ട്നെസ് എറിയുന്നുണ്ട് എന്നൊക്കെ എനിക്ക് തോന്നി. ചിലപ്പം ഭർത്താവ് വന്നതല്ലേ, കുറച്ചുകൂടെ ഒന്ന് ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കും. എനിക്കങ്ങനെ തോന്നി. ജസ്റ്റ് ഒന്ന് അഡ്രസ്സ് ചെയ്തെന്നേ ഉള്ളൂ. എന്തായാലും പുള്ളിക്കാരൻ പുറത്ത് പോയിട്ടുണ്ട്. അപ്പോൾ വളരെ നല്ല കാര്യം. കാരണം അതിൻ്റെ അകത്ത് നിൽക്കുന്തോറും പ്രശ്നങ്ങൾ കൂടാൻ സാധ്യതയുള്ളൂ. ഫാമിലി തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാവാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് എന്തായാലും പുറത്ത് പോയത് നന്നായി. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്, എന്താണ് എൻ്റെ ഫാമിലി ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അവിടെ നിർത്തത്തില്ലായിരുന്നു. അത് വേറൊന്നുമല്ല, കാരണം പല രീതിയിലുള്ള ആൾക്കാരാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കങ്ങളുണ്ടാവാം. ചിലപ്പം ഞാൻ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ എങ്ങാനും അതിൻ്റെ അകത്ത് പോയാൽ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. എന്നെ പറയുമ്പോൾ ചിലപ്പോൾ എൻ്റെ പാരൻസ് കേട്ടോണ്ട് നിൽക്കണമെന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാവും. അതുകൊണ്ട് അത് മുൻനിർത്തി, അതുകൊണ്ട് ഞാൻ എന്തായാലും എൻ്റെ പാരൻസിനകത്ത് നിർത്താൻ പോകുന്നില്ല. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്. ജസ്റ്റ് ഇപ്പോൾ പോയി പറഞ്ഞ കൂട്ടത്തിൽ ഒന്ന് ഡ്രസ്സ് ചെയ്ത് പോയെന്നേ ഉള്ളൂ. പിന്നെ ആരാണ്, പിന്നെ ആര്യൻ്റെയും ബിസേലിൻ്റെയും അവർ വന്നു. ബിസേലിൻ്റെ അമ്മ പാടെ ആര്യനെ അങ്ങ് അവോയ്ഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ പുള്ളിക്കാർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടില്ല, ശ്രദ്ധിച്ചില്ല എന്ന രീതിയിലൊക്കെയാണ്. പക്ഷേ അത് കാണുമ്പോൾ തന്നെ അറിയാം പുള്ളിക്കാർ കണ്ടിട്ടുണ്ട്. കാലിലൊക്കെ വീണപ്പം ഒരു മൈൻഡും ഇല്ലായിരുന്നു മിസൈലിൻ്റെ മമ്മിക്ക്. അത് സ്വാഭാവികമായിട്ടും മമ്മിയാണ്, ആ ഒരു ഇമോഷൻ കാണും. കാരണം പുറത്തത്തെ ട്രോളും കാര്യങ്ങളൊക്കെ മമ്മിയെ കാണുന്നുള്ളൂ. മിസൈലും ആര്യനൊന്നും ഒന്നും അറിയുന്നില്ല. അപ്പോൾ അതിൻ്റേതായ ഒരു ഫ്രസ്ട്രേഷൻ എന്തായാലും മമ്മിക്ക് ഉണ്ടാകും. അതുപോലെ ആര്യൻ്റെ മമ്മി വന്നു. ആര്യൻ്റെ മമ്മിയൊക്കെ ഒരു ചിൽ വൈബാണ്. ഒറ്റ ദിവസം കണ്ടതല്ലേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല, ആര്യൻ്റെ ഗസ്റ്റേഴ്സും ആര്യൻ്റെ പല സ്വഭാവങ്ങളും എനിക്ക് ഇഷ്ടമല്ല. പൊതുവേ എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്തൊരു മത്സരാർത്ഥിയാണ്. അതുകൊണ്ട് ഞാൻ ഇനി പ്രത്യേകിച്ചൊന്നും എടുത്ത് പറയുന്നില്ല. ഇനി പറഞ്ഞാൽ പറയും ആര്യൻ്റെ മാത്രം ഹെയ്റ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആര്യൻ്റെ കാര്യം അവിടെ ക്ലോസ് ചെയ്തു. എന്തെങ്കിലും കോൺട്രവേഴ്സീസോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നെങ്കിൽ മാത്രം അതിനെപ്പറ്റി സംസാരിക്കാമെന്ന് കരുതി. ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ആ മട്ടൻ എടുത്ത കേസ്. അതിൽ ഷാനവാസ് എന്തിനാണ് ഇങ്ങനെ നടന്ന് ബഹളം ഉണ്ടാക്കിയെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഷാനവാസ് എടുത്തിട്ട് പറയുന്നു ആര്യനാണ് എടുത്തതെന്ന്. അത് കണ്ടവർക്ക് വ്യക്തമായിട്ട് അറിയാം ഷാനവാസാണ് അത് തുടങ്ങിയത്. എന്നിട്ട് അത് ആര്യൻ്റെ മണ്ടേ കൊണ്ടിട്ട് ആര്യൻ എടുത്തില്ല എന്നല്ല ഞാൻ പറയുന്നത്. കണ്ടില്ലേ, ഞാൻ ആര്യൻ ഹീറ്റർ ആണെങ്കിലും ആര്യൻ തെറ്റ് ചെയ്തില്ലെങ്കിൽ തെറ്റ് ചെയ്തില്ല എന്ന് തന്നെ പറയും. അതിപ്പോൾ എന്താണ് പ്രശ്നം? അതിൻ്റെ അകത്ത് ഇല്ലാത്തതും ആ ഒരു പ്രശ്നമാണ്. തെറ്റ് ചെയ്താലും തെറ്റ് ആണെന്ന് മനസ്സിലായാലും അത് ന്യായീകരിച്ചുകൊണ്ടേയിരിക്കും. അതാണ് പല അടിയിലോട്ടും എത്തുന്നത്. ഓക്കെ, അങ്ങനെ ഒരു തെറ്റ് പറ്റി, ഞാൻ ഇനി അത് ആവർത്തിക്കില്ല എന്ന് മര്യാദയുള്ള ഭാഷയിൽ സംസാരിച്ചാൽ അതവിടെ തീരും. അതവിടെ ഉറപ്പായിട്ടും തീരും. പിന്നെ അറിയാലോ, അവർ ചോദിക്കുന്നൊരു രീതിയുണ്ട്. നമ്മുടെ മെക്കിട്ട് കയറാൻ വന്നാൽ ആരായാലും മെക്കിട്ട് കയറിപ്പോവും. അത് മറ്റൊരു കാര്യം. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ തോന്നും ഇതെന്താ ഇത്, ഇവൻ 2 വെള്ളത്തിൽ കാല് ചവിട്ടുന്നതെന്നല്ല. ഞാൻ ഒരു ഫാക്ട് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ പല കാര്യങ്ങളും പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. കാരണം ഞാൻ ഇങ്ങനെ വീഡിയോസ് ഒന്നും ചെയ്ത് അധികം പരിചയമില്ലാത്ത ആളാണ്. നിങ്ങൾക്ക് എൻ്റെ അക്കൗണ്ട് ചെക്ക് ചെയ്താൽ അറിയും. കുറച്ച് വീഡിയോസേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ഒരുപാട് ലോങ് വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റേതായ തെറ്റുകളുണ്ട്. പിന്നെ സമയപരിധിയുണ്ട്, എനിക്ക് ജോലിക്ക് പോകണം, വർക്കൗട്ടുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പിന്നെ ഉറക്കമാണ് മെയിൻ. ഉറക്കമൊക്കെ കിട്ടാറേ ഇല്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ സമയം കണ്ടെത്തിയാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പം ഒരു 2 മാസത്തെ ഗ്യാപ്പ് വന്നു. അതിൻ്റെ ജോലിയുടെ ട്രെയിനിങ് പീരീഡ് ആയിരുന്നു. അപ്പം ആ ഒരു ടൈമിൽ എനിക്ക് ടൈം മാനേജ്മെൻറ്റ് കുറച്ച് പ്രശ്നമായിരുന്നു. അതുകൊണ്ടൊക്കെയാണ് ഒരു 2 മാസം ബ്രേക്കായിരുന്നു. അത് ആ ഒരു ഫ്ലോയേ പോയി. ഡെയിലി വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ ഒന്നും നടന്നില്ല. ഇതൊക്കെ നിങ്ങളോട് ഞാൻ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അപ്പം ബിഗ് ബോസിൻ്റെ ഔട്ട് ഓഫ് ടോപ്പിക്കാണെന്ന് അറിയാം, എങ്കിലും ഞാൻ എൻ്റെ ഒരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. എൻ്റെ ചാനലാണല്ലോ, അപ്പോൾ എൻ്റെ കാര്യങ്ങൾ ഞാൻ തന്നെ പറയണമല്ലോ. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.